മാഡത്തിൻ്റെ ചിത്രം മകളുടെ ചിത്രമെല്ലാം മോർഫ് ചെയ്ത് ഉപയോഗിച്ചു എന്നുള്ള പരാതിന്മേലാണ് ഇപ്പോൾ വീണ്ടും ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭാഗ്യരാജ് എന്നാണ് പേര്. ഒരു തവണ പരാതി കൊടുക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി വീണ്ടും അതേ കുറ്റകൃത്യം തന്നെ ആവർത്തിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും പരാതി പോലീസ് പരിഗണിക്കാൻ കാരണം ഈ രണ്ടാമതും പരാതി കൊടുത്തിട്ട് ഏതാണ്ട് ഒരു വർഷത്തിന് മേലെയായി. എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് ആ ഒരു നടപടിയിലേക്ക് നീങ്ങിയത്? എനിക്ക് വ്യക്തമായൊരു ചിത്രമില്ല സത്യം പറഞ്ഞാൽ. എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതെന്തുകൊണ്ട് പോലീസ് ഒരു നിഷ്ക്രിയമായി ഒരു വർഷം കാത്തിരിക്കുകയായിരുന്നു? അങ്ങനെയല്ല, നമ്മുടെ കേരള പോലീസിനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവർ പരിശ്രമിച്ചത്. പക്ഷേ ചിലപ്പം നമുക്ക് ഉണ്ടല്ലോ, ഒരു കുറ്റവാളിയെ പിടിക്കാൻ ഈസി ആയിട്ട് പറ്റും, പക്ഷേ പിടിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഏറ്റവും പ്രയാസമായിട്ട് നമ്മുടെ പോലീസിനുണ്ടായിരുന്നത് അവൻ കേരളത്തിലല്ല എന്നുള്ളതാണ്. കേരളത്തിന് വെളിയിലാണ്, വേറെ ഡൽഹിയിലാണ് ഈ ചെറുക്കൻ, ഈ പയ്യനുള്ളത്. അപ്പോൾ അവിടെ പോയി പിടിക്കണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ട്. തൊട്ടടുത്താണെങ്കിൽ എന്നോട് നല്ല ഓഫീസേഴ്സ് ആദ്യം അവനെ അറസ്റ്റ് ചെയ്തപ്പം പ്രകാശ് സാറായിരുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ടീം വളരെ നല്ലൊരു ടീമായിരുന്നു. സനൽ സാറായിരുന്നാലും ശ്യാം സാറായാലും എല്ലാവരും. ഇപ്പം ശ്രീകാന്ത് മിശ്ര സാറിൻ്റെ ഒരു ടീമാണ്, സാറിൻ്റെ ലീഡർഷിപ്പിൽ ഒരു ടീമാണ് ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള സൈബർ പോലീസിൽ നിന്ന്. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളിതുപോലെ ഇതൊരു ഇഴഞ്ഞ സമീപനമായതുകൊണ്ട് തന്നെ നമുക്ക് ചീഫ് മിനിസ്റ്റർ, ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് പോയി കണ്ട് നേരിട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇത് പരിഗണിക്കുന്ന അവരുടെയൊന്നും ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണ്. അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചതാണ്. പിന്നെയും ഒക്കെ ഇങ്ങനത്തെ ഒരു ചെറുക്കനെ പിടിക്കാനായിട്ടൊക്കെ മുഖ്യമന്ത്രി പോയി കാണണോ, അദ്ദേഹമൊക്കെ ഒത്തിരി തിരക്കുള്ള ആളല്ലേ, അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, സുരേഷ് ഗോപിയായിട്ട് പിന്നെ കല്യാണത്തിന് എന്നെ വിളിച്ചപ്പം ഞാൻ ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു. ഒരു കാര്യം ചെയ്യേ, നമുക്കൊന്ന് PM-ൻ്റെ ഓഫീസിലൊന്ന് കൊടുത്തു നോക്കാം, നിൻ്റെ പരാതി ഒന്ന് എഴുതി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് അന്നേരം തന്നെ ടൈപ്പ് ചെയ്തു മാറ്റർ, സുരേഷ് ചേട്ടൻ അയച്ചു കൊടുത്തു. സുരേഷ് ചേട്ടൻ PM-ൻ്റെ ഓഫീസിൽ കൊടുത്തത് മിനിഞ്ഞാന്നിൻ്റെ ഇന്നലെയാണ്, രാത്രിയിലിരുന്നാണ് പുള്ളി തന്നെ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ വന്നതായിരിക്കാം എന്ന് ഞാൻ തോന്നുന്നു. അതുമാത്രമല്ല, ഇവരും ഒരുപാട് പരിശ്രമിച്ചിരുന്നു, കേരള പോലീസും ഒരുപാട് ശ്രമിച്ചിരുന്നു. അവരാണല്ലോ അറസ്റ്റ് ചെയ്തത്. അപ്പം ക്രെഡിറ്റ് കൂടുതൽ അവർക്കാണ് പോകുന്നത് ശരിക്കും. ഒരു തവണ പരാതി കൊടുത്തു, അറസ്റ്റ് ചെയ്തു, ജാമ്യം കിട്ടി, വീണ്ടും പുറത്തിറങ്ങി അതേ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുന്നു, വീണ്ടും പരാതി നൽകുന്നു, ഇപ്പോൾ വീണ്ടും കോടതിയിൽ വീണ്ടും പരാതി കൊടുക്കുന്നു, പിന്നെ വീണ്ടും പരാതി എന്ന് തന്നെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു, ലിങ്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഒരു കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതിഷേധം ഉണ്ട് മനസ്സിനകത്ത്. പ്രതിഷേധമല്ല, സങ്കടമാണ്, വിഷമമാണ്. എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പം ഞാൻ നോക്കുമ്പം ഇതുപോലെ തന്നെ അവർ പറയുന്ന മാഡം ഒരുപാട് കേസുകൾ ഇതുപോലെ വരികയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിനാണ് കേസുകൾ കെട്ടിക്കിടക്കുന്നത് നമ്മുടെ സൈബർ കുറ്റകൃത്യങ്ങൾ. അത് എല്ലാവരെയും പോയി അറസ്റ്റ്, എല്ലാം ഈ കേരളത്തിന് വെളിയിലുള്ളവരാണ്. അപ്പോൾ പോയി അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒത്തിരി നമുക്ക് എന്താ പെട്ടെന്ന് ശരി എന്നാൽ റെഡി പോയിട്ട് അറസ്റ്റ് ചെയ്യാം, അങ്ങനെയല്ലല്ലോ. പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇവർക്ക് 4-5 പേരെ ഒരു ടീം രൂപീകരിക്കണം, അവർക്ക് പോകേണ്ട ചിലവുകൾ അല്ലേ, ഭക്ഷണമുണ്ട്, അവർക്ക് താമസമുണ്ട്, യാത്രാ ചിലവുകളുണ്ട്, ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരണം, ഇതിനൊക്കെ ഒത്തിരി. അപ്പം ഇവരുടെ കയ്യിൽ നിന്ന്, ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് ചില സമയങ്ങളിൽ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഫണ്ട് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും, പക്ഷേ അതൊക്കെ കിട്ടി വരണമെങ്കിൽ ലേറ്റാവും ഈ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത്. അപ്പോൾ ആദ്യം ഇവരുടെ കയ്യിൽ നിന്നാണ് ഇടുന്നത്, അതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഈ ലേറ്റ് ആവുന്നത്. മാഡത്തിനെ പോലെ ഒരു സെലിബ്രിറ്റിക്ക് പോലും ഇത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഒരു പരാതിന്മേൽ നടപടിയെടുക്കാൻ. അപ്പോൾ സാധാരണപ്പെട്ട ഒരാൾ പരാതി കൊടുത്താലുള്ള ഒരു അവസ്ഥ ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ അതുതന്നെയാണ്, 4 പേര് കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാനിങ്ങനെ കയറി ഇറങ്ങുക. ഞാൻ ചെല്ലുമ്പോഴേ അവർ അയ്യോ ദേ മാഡം വന്നു, എല്ലാവർക്കും എന്നെ പരിചയമായി അവിടെ സൈബർ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത്. ഇപ്പോൾ തുടർ നടപടി എന്താണെന്നാണ് വക്കീൽ അല്ലെങ്കിൽ കോടതി അങ്ങനെ അറിയിച്ചിട്ടുള്ളത്? ഉദ്യോഗസ്ഥർ അങ്ങനെ അറിയിക്കും? എന്തായാലും പെട്ടെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എത്തിയിട്ടുണ്ട്. ഞാൻ ശ്രീകാന്ത് മിശ്ര സാറുമായിട്ട് സംസാരിച്ചു, അവനെ കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരും ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ, അവനെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് പോകണം. അപ്പം വീണ്ടും കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഒരു കേസ് കോടതിയിൽ നിൽക്കുകയാണ്, എൻ്റെ കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി കോടതിയിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ വേറെ കേസുകളാണ്, എൻ്റെ മോള് കൊടുത്തതുണ്ട്, പലരും കൊടുത്തതുണ്ട് ഇവനെതിരെ. അപ്പോൾ അതിൽ ഏത് കേസിലാണ് ഇപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല.
ഫുൾ ഡീറ്റെയിൽസ് എനിക്കും കിട്ടിയിട്ടില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്തല്ലേ ഉള്ളൂ. എന്തായാലും ഒരു നല്ല നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഇടപെട്ടിട്ടായാലും ഒരു ഫലം അവസാനം ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അയ്യോ ഒരിക്കലും കേരള സൈബർ പോലീസിനെ നമുക്ക് തരാൻ പറ്റും. അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ അവർ പലപ്പോഴും ഇത്രയും വർഷം കയറി ഇറങ്ങുമ്പോൾ എനിക്ക് പരിഗണന തരുന്നുണ്ട് അവർ. അയ്യോ മാഡം ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നതായാലും ലിങ്ക് കൊടുക്കുമ്പം അവരത് പിന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും പിന്നെ ഫേസ്ബുക്കിനോടായാലും നമുക്കത് ചോദിക്കണം, ഇത് ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കിട്ടുന്ന എല്ലാം ഒരു വ്യക്തിയിലേക്കാണ്. ഞാനൊരു 100 തവണ ലിങ്ക് അയച്ചു കൊടുത്ത് ഈ ലിങ്കുകളെല്ലാം പോയി ചെന്ന് ചേരുന്നത് ഈ ഒരൊറ്റ വ്യക്തിയിലേക്കാണ്. അപ്പോൾ ഇത് മനസ്സിലാവുന്നുണ്ട്. അവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും നാളും. അറസ്റ്റ് ചെയ്ത ശേഷം സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു. സംസാരിച്ചിരുന്നു. സന്തോഷമായില്ലേന്ന് ചോദിച്ചു. ഈ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും അവന് ബെയിൽ കിട്ടാൻ സാധ്യത. ഇതെന്തോ ഇത് കൂടുതൽ വലിയ കൊലപാതക കുറ്റമൊന്നും അല്ലല്ലോ. അപ്പോൾ പക്ഷേ ആവർത്തിച്ചുള്ള കുറ്റകൃത്യം ആയതുകൊണ്ട് തന്നെ കുറ്റകൃത്യം ആയതുകൊണ്ട് അവന് ബെയിൽ കിട്ടാനുള്ള കിട്ടും. അതിപ്പം അവൻ്റെ വക്കീൽ ആ പയ്യൻ്റെ വക്കീൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് ബെയിൽ എടുക്കാനൊക്കെ. അറിയില്ല, കിട്ടിയാലും പോയി അടുത്ത ദിവസം വീണ്ടും തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ആ ഒരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റിയാണ് അതിന്.